أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെ ഇന്ന് ഒരു മാസത്തെ ത്യാഗം നിറഞ്ഞ റമദാൻ മാസത്തിന് ശേഷം സമാധാനത്തോടു കൂടി ഈദ്ഗാഹിൽ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അവസരത്തിൽ വളരെ കുറച്ച് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ മധ്യത്തിൽ പെരുന്നാളിലേക്ക് സൂചന നൽകുന്നുണ്ട്. ആദ്യം നോമ്പിനെ പറ്റി പറഞ്ഞു, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അതിനുശേഷം അത് തഖ്വയുണ്ടാക്കാനാണ് എന്ന് സൂചിപ്പിച്ചു. പിന്നെ അന്ന് നിർബന്ധമാണെങ്കിലും എന്തെങ്കിലും ഉദറുള്ളവർക്ക് രോഗമോ അതല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ അത് മറ്റു ദിവസങ്ങളിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം റമദാൻ മാസത്തെപ്പറ്റി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. എന്നിട്ട് ഖുർആനെ പറ്റി വിശദീകരിച്ചു. അത് ഹുദയാണ്, അത് ബയ്യിനാത്ത് മിനൽ ഹുദയാണ്, ഇതുപോലെ ഫുർഖാനാണ്. ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകും. എന്നിട്ടും പറഞ്ഞു നിങ്ങൾക്കിനി യാത്രയോ രോഗമോ ഉണ്ടെങ്കിൽ വേറെ ദിവസം അതെടുത്താൽ മതി. പിന്നെ പറയുന്ന വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. വലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ. അപ്പോൾ എണ്ണം പൂർത്തിയാക്കണം. റമദാനിൽ കുറച്ച് എടുത്താൽ പോരാ, മുഴുവനും 29 എടുക്കണം. 30 നോമ്പുണ്ടെങ്കിൽ 30 എടുക്കണം, അത് നിർബന്ധമാണ്. പിന്നെ പറഞ്ഞതോ വലി തുക്കബ്ബിറുല്ലാഹ അലാമാ ഹദാക്കും, അല്ല നിങ്ങൾക്കിത് നൽകിയത് കൊണ്ട് നിങ്ങൾ അള്ളാനെ മഹത്വപ്പെടുത്തണം. വലഅല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ നന്ദി കാണിക്കാനും. അവർ വലിയ നിയമത്ത് അള്ള നമുക്ക് തന്നു. അതെന്താണ്? പരിശുദ്ധമായ റമദാൻ മാസം. ഒരു വർഷത്തെ റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നിയമത്താണ്. ഇതിന് നമ്മൾ നന്ദി കാണിക്കണം. ഇത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഒരു റമദാൻ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ നൽകുന്നുണ്ട്. സാധാരണ നോമ്പിനെ പറ്റി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ 70 വർഷം അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റും എന്നാണ്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാ, ഞാൻ അതിന് പ്രതിഫലം നൽകും. സാധാരണ ഒന്നിന് 10 ഇരട്ടി, അത് 700 ഇരട്ടിയൊക്കെ പോകും. എന്നാൽ നോമ്പ് അതിനേക്കാളൊക്കെ എത്രയോ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ നോമ്പാണ്. ഈ റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വലിയ നിയമത്താണിത്, വലിയ നിയമത്താണ് അള്ളാഹ് തന്നത്. അതിന് നന്ദി കാണിക്കണം. ഈ റമദാൻ മാസത്തിൽ നമ്മൾ രാത്രി നിസ്കരിച്ചിട്ടുണ്ടാകും തറാവി നിസ്കാരം. അത് ഇമാമിൻ്റെ കൂടെ ഇമാം സലാം വിട്ടുന്നവരെ നിന്ന രാത്രി മുഴുവൻ നിസ്കരിച്ച പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഒത്തിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, അതിന് നന്ദി കാണിക്കണം. ഏതൊരു കാര്യം റബ്ബ് തന്നതാണ് എന്നൊരു ബോധം നമുക്ക് വേണം. വലിയ വലിയ ജിഹാദിൻ്റെ സന്ദർഭങ്ങളിൽ പോലും, ഉദാഹരണത്തിന് ഖന്തഖ് യുദ്ധം നമുക്കറിയാം. മദീനക്ക് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും കിടങ്ങ് കുഴിക്കുകയാണ്. ആ നേരത്ത് പോലും അവർ കവിത ആലപിച്ചുകൊണ്ട് ആവേശത്തോടു കൂടി ആ കിടങ്ങ് കുത്തുന്നതിനെപ്പറ്റി അവർ നടത്തിയ കവിത സഹാബികൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതിങ്ങനെ, അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഇത് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. വലാ തസദ്ദഖ, ഞങ്ങൾ ദാനം ചെയ്യുമായിരുന്നില്ല. വലാ സൊല്ലൈന, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. നമുക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിൻ്റെ ദാനമാണ്. ആ ഒരു ബോധം എപ്പോഴും വേണം. അതുപോലെ നമ്മൾ ദാനം ചെയ്യുന്ന വിഷയം പറഞ്ഞു.
നമുക്കിപ്പോൾ റമദാൻ മാസത്തിൽ കുറേ ദാനം ചെയ്തിട്ടുണ്ട്, അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ വാസ്തവത്തിൽ നമ്മൾ കൊടുക്കുന്ന ദാനം സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇനി പിൽക്കാലത്തൊരു കാലം വരും, നമ്മൾ ദാനം ചെയ്യുന്നത് സ്വീകരിക്കാൻ ആളില്ലാത്തൊരു കാലം ഒരു ദുരന്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം ദാനത്തിന് എന്തെല്ലാം പ്രതിഫലമുണ്ട്. ഒരാളൊരു കാരക്കക്ക് സമാനമായത് കൊടുത്താൽ അള്ളതിനെ വളർത്തും. നിങ്ങളിൽ ഒരുത്തൻ ഒരു കുതിരക്കുട്ടിയെ വളർത്തും പോലെ, എന്നിട്ട് പരലോകത്ത് അത് വലിയ മല പോലെ ഉണ്ടാകും. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു ധാന്യമണി പോലെയാണ്. അതിന് 7 കതിരുകൾ, ഓരോന്നിലും 100 വീതം. എന്നിട്ടും വല്ലാഹു യുദാഇഫു ലിമൻ യശാ, 700ൻ്റെ ഇരട്ടി അങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ദാനം സ്വീകരിക്കാൻ ആൾക്കാരുണ്ടായാലും വലിയൊരു കാര്യമാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ നമ്മൾ ആൾക്കാർ ദാനമായിട്ട് നടക്കും, സമ്പന്നർ. പക്ഷെ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്ന ആൾ പറയുന്നത് ഇന്നലെ വന്നിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നു, എന്നില്ല. ഇതുപോലെ നമ്മൾ നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു ഹിദായത്ത് നൽകിയത് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് റബ്ബിൻ്റെ നിയമത്താണ് ഈ റമദാൻ. ഈ റമദാൻ നമുക്ക് കിട്ടിയത്, ആ നിയമത്ത് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇനി നന്ദി കാണിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ആഘോഷമായി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട മറ്റൊരു അനുഗ്രഹത്തെപ്പറ്റി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് അനുഭവിക്കുന്ന ഒരു നിയമത്തെ ഞാൻ പറയുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അസ്ബഹ മുആഫൻ ഫി ജസദി മൻ അസ്ബഹ ആമിനൻ ഫി സിർബി. ഒരാൾ തൻ്റെ സമൂഹത്തിൽ നിർഭയനായി ജീവിക്കുകയാണ്. മുആഫൻ ഫി ജസദി, അവന് ശരീരത്തിന് കാര്യമായ രോഗങ്ങളൊന്നുമില്ല. ഇന്ദഹു ഖൂത്ത് യൗമി, അവന് ദൈനംദിന ജീവിതത്തിനുള്ള വഴിയുണ്ടെങ്കിൽ ഫഖദ് കഅന്നമ ഹീസത്തുലഹു ദുനിയ മുഴുവനും അവന് കിട്ടിയതുപോലെ. ഇന്ന് നമ്മളെ അവസ്ഥ കൊടുക്കുന്നത് സക്കാത്തിന്, ഫിത്ർ സക്കാത്ത് ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്നത് വാങ്ങാൻ ആളില്ല, അല്ലെ ആരാണ് ഈ മിസ്കീൻ, ആരാണ് ഫക്കീർ ചോദിച്ചെടുക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം പെരുന്നാളിന് ഭക്ഷണത്തിന് വകുപ്പുണ്ട്, അതിനധികം ഉണ്ടെങ്കിൽ ഓനൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുത്തു കൊള്ളണം എന്നാണല്ലോ നിയമം. അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ട ബാധ്യത ഉള്ളതാണ് എല്ലാ ആൾക്കാരും. ഇത് തന്നെ വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ വളരെ കഷ്ടപ്പെട്ടൊരു കാലം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ ദരിദ്രർ ഇപ്പം ഇല്ല എന്നല്ല, അവരെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതുപോലെ രോഗം പിടിപെട്ടിട്ട് ഇവിടെ ഈദ്ഗാഹിൽ വരാൻ പറ്റാത്തവർക്ക് ചില സഹോദരന്മാരുണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു അവരുടെ മനസ്സ് ഇവിടെ തന്നെയാണ്, അതിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ ആദ്യം പറഞ്ഞ നിർഭയത്വത്തിൻ്റെ വിഷയമാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്നത് നിർഭയത്വത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കണത്, സമാധാനത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്ക് യുദ്ധത്തിൻ്റെ ഭീതിയിലൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാൽ പശ്ചിമേഷ്യയിലെ നമ്മുടെ സഹോദരന്മാർ അവിടെ പല രാജ്യങ്ങളിലും ഈദ്ഗാഹ് നടത്തണ്ടെന്നപ്പോൾ തീരുമാനിച്ചു. ഒക്കെ പള്ളി വെച്ച് നടത്തിയാൽ മതി. കാരണം മിസൈലിൻ്റെ ശബ്ദം എപ്പോഴാണ് പ്രശ്നങ്ങൾ വരിക, എപ്പോഴാണ് മരണത്തെ നേരിടേണ്ടി വരിക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സഹോദരന്മാർ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പറ്റി നമ്മൾ ഓർക്കണം. അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. 2 കാര്യമാണ്. ഒരു പക്ഷേ പ്രാർത്ഥന സ്വീകരിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് നമുക്ക് അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അത് നമ്മുടെ ഗുണവും കൂടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മാത്രമല്ല, യുദ്ധം നീണ്ടാൽ, ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഗൾഫ് രാജ്യങ്ങളുടെ യുദ്ധം നീണ്ടുപോയാൽ അത് അവിടെ മാത്രമല്ല ബാധിക്കുക, അത് നമ്മുടെ കേരളത്തിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്ന് നമ്മുടെ കേരളത്തിലായിരിക്കും. കേരളത്തിന് ഒരു ചരിത്രം ഉണ്ടല്ലോ. 1940, 55 വരെ മുഴുപട്ടീൻ്റെ ഒരു കാലമായിരുന്നു. ഞാൻ പറഞ്ഞ ഇപ്പം തന്നെ അവിടെ ചെറിയൊരു യുദ്ധം തുടക്കത്തിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ പോലും അതിൻ്റെ ഫലം എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഗ്യാസിൻ്റെ വില കൂടി, ഇനി എന്തൊക്കെയാണ് കൂടുകയെന്ന് പറഞ്ഞിവിടെ. അങ്ങനെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നീണ്ട ആ പഴയ കാല കേരളം, ആ കേരളത്തിൻ്റെ ചരിത്രം പ്രായമുള്ളവർക്കൊക്കെ അറിയും. അന്ന് 1940, 55 മുഴുപട്ടീൻ്റെ കാലമായിരുന്നു. ഒരു നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ അവസരമില്ലാത്ത, അതിന് ഭാഗ്യമില്ലാത്ത ഒരു തലമുറ. അന്നത്തെ ഭക്ഷണത്തെപ്പറ്റി പഴയ ആൾക്കാർ പറയാറുണ്ട്. അത് ഒന്ന് ചക്കക്കുരു, മുരിങ്ങ, അതുപോലെ മീൻ ചുട്ടത്, പൊരിക്കാനൊന്നും എണ്ണ ഉണ്ടാവില്ല, അതുപോലെ പപ്പടം ചുട്ടത്, അതുപോലെ ചമ്മന്തി, ചേന, കപ്പ ഉണക്കിയത്, ചേമ്പിൻ തണ്ട്, വാഴക്കന്ന്, ഈ രൂപത്തിലൊക്കെ ആയിരുന്നു അത് പ്രധാന ഭക്ഷണങ്ങൾ. എന്നാൽ പിന്നെ ഈ കഷ്ടപ്പാട് കൊണ്ട് കേരളത്തിലെ മനുഷ്യന്മാർ കേരളം വിടാൻ തുടങ്ങി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും, അത് തമിഴ്നാട്, കർണാടക, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഇവിടെയൊക്കെ പോയി ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്.
പിന്നെ 75ഓടെയാണ് ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങി. അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മിനുക്കം. ഇപ്പോൾ തടിച്ചു കൊഴുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇങ്ങനെയാക്കിയ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊന്നുമല്ല, മറിച്ച് ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലി തേടിപ്പോയി അവരുടെ പണം ഇവിടെ ഇറങ്ങിയത് കൊണ്ടാണ്. ഈ യുദ്ധമൊക്കെ നീണ്ട ഈ പഴയ അവസ്ഥയിലേക്ക് ഇനിയും തിരിച്ചു വരും. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി പലരും ഓർക്കാറില്ല. നമ്മളിന്ന് നിർഭയരാണ്, നമ്മളിന്ന് സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട്, അതുപോലെ ആരോഗ്യ പ്രശ്നം കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ റബ്ബ് എടുത്തു കളഞ്ഞാലോ ആ നേരം നമ്മുടെ അവസ്ഥ എന്താ? ഏത് പ്രതിസന്ധിയാണ് ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബല്ലി അംരിൽ മോമിൻ, മോമിൻ്റെ കാര്യം അത്ഭുതമാണ്. അവന് സന്തോഷം കിട്ടിയവൻ എന്ത് ചെയ്യും? അതിൽ നന്ദി കാണിക്കും. നമ്മളങ്ങ് നന്ദി കാണിക്കലുണ്ടോ? നമ്മൾ അനുഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. ഏത് നേരം അള്ളാഹിനെ പറ്റി ബോധമുണ്ടോ? ഇനി അതെല്ലാം പീഡനങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ അപ്പോൾ ശക്കറ, അവർ സ്വബറ, അവർ സഹിക്കും, ക്ഷമിക്കും. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നല്ല മനുഷ്യന്മാർക്ക് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അംബി, ഏറ്റവും കൂടുതൽ പരീക്ഷണം നബിമാർക്കായിരിക്കും. പിന്നെ അതിനോട് തൊട്ടടുത്തുള്ളവർ, നമുക്കറിയാം ഇബ്രാഹിം നബിൻ്റെ ബുദ്ധിമുട്ടുകൾ അലൈഹിസ്സലാം. നബി അലൈഹിസ്സലാം 950 കൊല്ലം കഷ്ടപ്പെട്ടത്, നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലമൊക്കെ. എന്നിട്ടും അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുക ചെയ്തിട്ടുള്ളത്. അവർ 2 പരീക്ഷണത്തിലും ജയിക്കണം. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നന്ദി കാണിക്കണം. അവിടെ പലരും പരാജയപ്പെടുകയാണ്, അനുഗ്രഹത്തെപ്പറ്റി അശ്രദ്ധരാവുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. എപ്പോഴും വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞല്ലോ, തുക്മിലുൽ ഇദ്ദ, ഈ നോമ്പ് എന്തിനാണ്? ആ നോമ്പ് 30 നിങ്ങൾ പൂർത്തിയാണ്, 21 പൂർത്തിയാണ്. വലി തുക്കബ്ബറുള്ള അലാമ ഹദാക്കും, അല്ല നിങ്ങൾക്ക് ഈ സമ്മാനമായി നൽകിയ ഈ പെരുന്നാൾ ഇതെന്തിനാ? നോമ്പ് എന്ന അനുഗ്രഹം നിങ്ങൾക്ക് തന്നത് കൊണ്ടാണ്. ആ അനുഗ്രഹം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ മനസ്സിൽ വേണം. ഇതുപോലെ എന്തൊക്കെ അനുഗ്രഹമുണ്ടോ അത് എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. അത് ഇന്ന സമയം എന്നില്ല, ഏത് സമയത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ കൂടി മാത്രം ഞാൻ സൂചിപ്പിക്കണം. റമദാനിൽ പലതും നമ്മൾ നേടി സഹോദരന്മാർ, ഇതൊന്നും ഈ നഷ്ടപ്പെടുത്തരുത്. ഇതുവരെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു, തിന്മകളിൽ നാം മാറി നിന്നു, ദാനധർമ്മങ്ങൾ ചെയ്തു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, രാത്രി നിസ്കരിച്ചു, ഇങ്ങനെ പലതും ചെയ്തു. ഇതൊക്കെ നോമ്പ് കഴിഞ്ഞതോടുകൂടി ബാത്തിലാക്കരുത്. അത്തരം ആൾക്കാരെ പറ്റി വിശുദ്ധ ഖുർആൻ ഒരു ഉപമയിലൂടെ പറഞ്ഞു, വലാ തക്കൂനു കല്ലത്തീൻ അഖലത്ത് ഖസ്ലഹ, നേരം വെളുത്ത് വൈകുന്നേരം വരെ കയറി വിരിച്ചുണ്ടാക്കുന്ന ഒരു പെണ്ണ്, വൈകുന്നേരം പോകുമ്പോൾ അത് പിരിയടക്കുക, ചെയ്തതൊക്കെ ബാത്തിലാക്കുക. ഈ രൂപത്തിൽ ചെയ്ത അമലുകളൊക്കെ ബാത്തിലാക്കുന്ന പലരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകരുത്. മറിച്ച് ബാത്തിലാക്കാത്തവർ പിന്നെ അതിന് ശേഷവും അവരുടെ ജീവിതത്തിൽ അത് കാണുമെന്നാണ്. നമ്മൾ നോമ്പെടുത്തു അല്ലേ, ഇനി സുന്നത്ത് നോമ്പുകളുണ്ട്. ഇനി നാളെ മുതൽ 6 നോമ്പ് തുടങ്ങും. ശവ്വാലിൽ തുടർച്ചയായി 6 നോമ്പെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിലോ ആ ശവ്വാൽ തീരുന്നതിൻ്റെ മുമ്പ് 6 നോമ്പെടുക്കുക. അങ്ങനെ ചെയ്താൽ അതിന് വലിയ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് 36 നോമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടുന്ന, റമദാനിലെ നോമ്പിൻ്റെ അതേ കൂലി തന്നെ 6 നോമ്പിനും കിട്ടുന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മുഹറം 10, 9 നോമ്പുകളുണ്ട്. ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. അതുപോലെ എല്ലാ വെളുത്ത വാവുകളും 13, 14, 15 തീയതികളും നോമ്പുണ്ട്. സുന്നത്ത് നോമ്പുകളൊക്കെ ഉണ്ട്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം കുറേ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി വിശുദ്ധ ഖുർആൻ പൂട്ടി വെക്കുകയല്ല. നമ്മൾ അത്രയൊന്നും ഓതിയിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗം എന്നും ഖുർആൻ ഓതണം. ഇതൊക്കെ നമ്മുടെ ആ തുടർച്ച ഉണ്ട്. നമ്മൾ റമദാൻ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ള തെളിവുകളാണ്. ഇനി രാത്രി നിസ്കാരം തറാവി ജമാഅത്തായിട്ട് ഇനി റമദാനിൽ മാത്രമേ ഉള്ളൂ, അല്ലാതല്ല. എന്നാൽ രാത്രി നിസ്കാരം എന്നുള്ളത് അത് പേര് പലതാണ്. തഹജ്ജുദ് എന്ന് പറയും, ഖിയാമുൽ ലൈൽ എന്ന് പറയും, തറാവി പേര് വ്യത്യസ്തമാണെങ്കിലും നിസ്കാരം ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് 11 റക്അത്ത് നിസ്കരിക്കാം, അതിൽ 9 ആക്കാം, അത് പറ്റില്ലെങ്കിൽ 7 ആക്കാം, 5 ആക്കാം, അല്ലെങ്കിൽ 3, ഇനി 1 ആണെങ്കിൽ പോലും അതുപോലെ നിസ്കരിച്ചവരുണ്ട്. എന്നാൽ ഇത് നമ്മൾ തുടർത്തണം. രാത്രി നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെങ്കിലും ഇതുപോലെ ഫർള് നിസ്കാരത്തിനായാലും സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ദാനധർമ്മം റമദാനത്തോടു കൂടി തീരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർത്തണം. റമദാൻ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയെന്നുള്ള തെളിവാണത്. അല്ലെങ്കിൽ അതോടുകൂടി നമ്മൾ ഇതൊക്കെ റമദാൻ നേടിയതൊക്കെ നശിപ്പിക്കുന്നതിലേക്ക് എത്തുമെന്ന് സംശയിക്കേണ്ടതാണ്. റമദാനിൽ നമ്മൾക്ക് ഏറ്റവും അതിൻ്റെ ലക്ഷ്യം ഖുർആൻ പറഞ്ഞ തഖ്വയാണല്ലോ, ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. ഈ തഖ്വ ഇതെപ്പോഴാണ്? ഇത് റമദാനിൽ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്തഖില്ല ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും നീ അള്ളാനെ സൂക്ഷിക്കണം, തഖ്വ വേണം. അത് റമദാനാണെങ്കിലും ചൊവ്വാലാണെങ്കിലും ഏത് മാസമാണെങ്കിലും, അത് പള്ളിയിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും.
അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ റബ്ബിനെ സൂക്ഷിക്കുക. എന്താ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹറാമ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അള്ളാഹിനെ പേടിച്ചിട്ട് മാറി നിൽക്കുക. നാളെ മഹ്ശറ ലോകത്ത് 7 കൂട്ടർക്ക് തണൽ കിട്ടുന്നത് ഒന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൗന്ദര്യമുള്ള എല്ലാ നിലക്കും തറവാടുള്ള സമ്പത്തുള്ള ഒരു സ്ത്രീ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാ എന്ന് പറഞ്ഞിട്ട് അതിന് മാറി നിൽക്കുക. ഇതാണ് ഈ തഖ്വ എന്ന് പറയണേ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാം വ്യഭിചാരം എന്ന തിന്മ ചെയ്യാൻ 10-13 സാഹചര്യങ്ങൾ ഒത്ത്, എന്നിട്ടും അതിലൊന്ന് ഓടിയൊളിച്ച്. ഇതാണ് തഖ്വ എന്ന് പറയണേ. ഈ തഖ്വ ഇതായിരുന്നു നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വീക്ഷിക്കുന്നുണ്ട്. ഈ തഖ്വയോട് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മോട് പറഞ്ഞു തന്നെ, റമദാനിൽ മാത്രം ഇബാദത്ത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, മരിക്കുന്നത് വരെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് നമ്മോട് പറഞ്ഞത്. അങ്ങനെ റബ്ബിലേക്ക് അടുത്താൽ അള്ളാഹ് നമ്മളിലേക്ക് എടുക്കും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹ് അതിലേക്ക് ഇങ്ങനെ നയിക്കും. അല്ലാതെ അള്ളാഹ് വിധിച്ചതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറയാം. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ അടുത്തേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹ് ഇങ്ങോട്ടൊരു മുഴം എടുക്കും, അങ്ങോട്ട് നടന്നെടുത്താൽ അള്ളാഹ് ഓടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ റബ്ബിലേക്ക് അങ്ങോട്ട് അടുത്താൽ അള്ളാഹ് ഇങ്ങോട്ട് അടുക്കും. മറ്റൊന്ന്, ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. അതിലൊന്ന് നോമ്പ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ നോമ്പ് അവസാനിപ്പോൾ, ഇപ്പോഴൊക്കെ നമ്മൾ ആ സന്തോഷത്തിലാണ്. മറ്റൊന്നെന്താ, ഇന്ദ ലിഖായ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. ഇപ്പം ഈ രൂപത്തിൽ മുത്തക്കിയായി ജീവിച്ചാൽ പിന്നെ മരണത്തോടു കൂടി അവൻ എന്നും പെരുന്നാളാണെന്ന് അർത്ഥം. ഇപ്പം നമുക്ക് കൊല്ലത്തിൽ 2 പെരുന്നാളല്ലേ ഉള്ളൂ, പിന്നെ എന്നും പെരുന്നാൾ. അതിനെപ്പറ്റിയാണ് ഞാനിവിടെ തുടക്കത്തിൽ ഓതിയായത്. അതിനർത്ഥം കൂടി പറഞ്ഞ് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് അവർക്ക് അക്ബർ, എല്ലാം ഏറ്റവും വലിയത്, ഏറ്റവും മഹാൻ അള്ളാഹുവാണ്. അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അതാ സുമ്മസ്തഖാം, അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, നേരെ ചൊവ്വെ നിലകൊള്ളുക. എന്നാൽ അവർ മരിക്കും. മരണം മുതൽ അവരുടെ പെരുന്നാൾ തുടങ്ങുകയാണ്. പിന്നെ എന്നും പെരുന്നാളാണെന്ന് അർത്ഥം. ഇപ്പം എപ്പോഴുമല്ല, നമുക്കിപ്പോൾ സന്തോഷം ഉണ്ടായി, കുറച്ച് കഴിഞ്ഞാൽ ദുഃഖമായി. ഇപ്പം എന്തെങ്കിലും നല്ല വാക്ക് ഒരുത്തം പറഞ്ഞാൽ അടുത്ത് കുത്തുവാക്കായിരിക്കും. ഒന്നുകിൽ സമാധാനം, അല്ലെങ്കിൽ ടെൻഷൻ. എന്നും ഇത്ര വലിയ പരിഗണന കിട്ടിയ ആളും കുറച്ച് കഴിഞ്ഞാൽ അവന് അവഗണന ഉണ്ടാകുക. ഒന്നും സ്ഥിരത ഉണ്ടാവില്ല അവിടെ. എന്നാൽ സ്ഥിരമായി പരിഗണിക്കപ്പെടൽ, എന്നെന്നും ആഘോഷം, അതാണ് നമ്മൾ മരണത്തോട് കൂടി വരുന്നത്. കാരണം മരിക്കുന്ന സമയത്ത് മലക്കുകൾ കണ്ടമാനം ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറഞ്ഞു, അല്ലാ തഖാഫ്, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹസൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, വബിശുറൂബിൽ ജന്നത്തിലെത്തി കുന്തുതുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അവരുടെ അടുത്തേക്ക് കണ്ടമാനം മലക്കുകൾ ഇറങ്ങി വരും, വെളുത്ത വസ്ത്രം ധരിച്ച മലക്കുകൾ. അതുപോലെ അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്നൊക്കെ പറയണം. അതിസുന്ദരന്മാരായ കുറേ മലക്കുകൾ. അതും അവരെയും സക്രാത്തുൽ മൗത്തിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ഇരിക്കുന്ന കണ്ണെത്താ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു തടസ്സം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാശ് എവിടെയൊക്കെ എത്തും. അത്ര ദൂരം മലക്കുകൾ അവനെ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നതാണ്. അവരുടെ കൂടെ സ്വർഗത്തിലെ കഫൻ വസ്ത്രം ഉണ്ടാവും, അവരുടെ കൂടെ സ്വർഗത്തിലെ സുഗന്ധമുണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആദ്യം മലക്കുൽ മൗത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് നല്ല നിലക്ക് ഉഹ്റുജി ഇലാ റഹ്മത്തില്ല, ആ പ്രിയപ്പെട്ട ആത്മാവെ, നല്ല ആത്മാവെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഇറങ്ങി വരും. അതങ്ങ് വരലും മറ്റുള്ള മലക്കുകൾ അത് ആ കഫൻ വസ്ത്രത്തിലേക്ക് ഏറ്റുവാങ്ങലും പിന്നെ ആകാശലോകത്തിലേക്ക് കയറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ ആകാശത്തെത്തുമ്പോൾ ആ സുഗന്ധം കാരണം ആ മലക്കുകൾ ചെയ്ത ആരാണ്. അപ്പോൾ ദുനിയാവിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ചില പേരുണ്ടാവും ആൾക്കാർ വിളിക്കാൻ. ആ പേരിലാണ് മലക്കുകൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. 1-ാമത്തെ ആകാശത്തെത്തി അവിടെയുള്ള മലക്കുകളൊക്കെ പിന്നെ കൂടെ അങ്ങനെ അനുഗമിക്കും 2-ാമത്തെ ആകാശത്തിലേക്ക്. അപ്പോൾ കോടാനുകോടി മലക്കുകൾ ഇവനങ്ങനെ ആദരിച്ചു കൊണ്ടുപോകാൻ അവസാനം 7-ാമത്തെ ആകാശം ഇല്ലീൻ എന്ന് രേഖപ്പെടുത്താൻ പറയും അള്ളാഹു. എന്നിട്ട് ഭൂമിയിലേക്ക് ഇറക്കി അവൻ 2-3 ചോദ്യങ്ങളുണ്ട് കബറിൽ വെച്ചിട്ട്. നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ റസൂൽ ആരാണ്, നബി ആരാണ്, നിൻ്റെ ദീന ഏതാന്നൊക്കെ ചോദിക്കും. അതിന് ഉത്തരം പറയും അവന്, സത്യവിശ്വാസം. അതോടുകൂടി അവന് സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുക്കുകയാണ്. അതിലുള്ള എല്ലാ സുഗന്ധങ്ങളും അനുഗ്രഹം അവനിങ്ങനെ കണ്ടുകൊണ്ട്, അത് എന്നും പെരുന്നാളെന്ന് പറയുന്നത്. അവൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ, അതിസുന്ദരനായ ആൾ, ഇയാൾ പറയും, നിങ്ങളെൻ്റെ ജീവിതത്തിൽ കണ്ടില്ല, എന്തൊരു സുഗന്ധം, എന്തൊരു സൗന്ദര്യം. അപ്പോൾ അയാൾ പറയത്തറ, ഞാൻ നിങ്ങളുടെ സൽക്കർമ്മമാണ്, ഇനി നിങ്ങൾക്ക് സുന്ദരമായി ഇവിടെ ചെയ്യാം. മരണത്തോടു കൂടി തന്നെ ആഘോഷങ്ങളിലേക്കാണ്. അപ്പോൾ സഹോദരൻ, വളരെ കുറച്ച് സമയം നമുക്ക് ഇവിടെ ഉള്ളൂ, 60-ൻ്റെയും 70-ൻ്റെയും. മുമ്പുള്ള ആൾക്കാരൊക്കെ 950 കൊല്ലാണ് നൂഹ് നബി ദഅവത്തിനെ നടത്തിയത്. നമുക്കതൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ലൈലത്തുൽ ഖദറൊക്കെ തന്നതെന്നാ. നമുക്ക് അവർക്ക് നന്മ ചെയ്യ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു, നമുക്കില്ല. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ കിട്ടിയ 83 കൊല്ലം അമൽ ചെയ്തവൻ്റെ കൂലിയാണ് കിട്ടുക. അത്ര വലിയ അനുഗ്രഹം ചെയ്ത്. അപ്പോൾ നമ്മുടെ ഓരോ നിമിഷങ്ങളും സ്വർണ്ണങ്ങളാണ്, നമുക്ക് നശിപ്പിക്കാനൊന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാലല്ലേ കഷ്ടപ്പെടേണ്ടി ഉള്ളൂ. പിന്നെ എന്നെന്നും സ്വർഗത്തിലേക്ക്, എന്നെന്നും
പിന്നെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇതൊക്കെ റമദാൻ നോമ്പെടുത്ത ആൾക്കാരോട് നമ്മൾ ശരിക്ക് അവരത് എടുക്കേണ്ട വിധം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ രൂപത്തിൽ പിന്നുള്ള ജീവിതമൊക്കെ മരിക്കുന്നത് വരെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ ആ രൂപത്തിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുക, അവൻ വിലക്കിയതൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. മർദ്ദിതരായ സഹോദരന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. അവർക്ക് അള്ളാഹു അതിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.